സ്നേഹസന്ദേശം ഞങ്ങൾക്കു നൽകി സ്നേഹദീപം തെളിക്കൂ. ഞങ്ങളിൽ വാഴാൻ വരൂ. മനസ്സിൽ ദിവ്യ ചൈതന്യമേ മനസ്സിന്റെ ഭാരമകറ്റൂ. മനസ്സിന്റെ വാതിൽ ഞങ്ങളിൽ വാഴാൻ വരൂ. To partake in these holy mysteries, you have given us and to sing constantly hymns of praise and thanksgiving
to you must I hail, the Father, the Son, and the Holy Spirit, the Lord, for all forever. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ നിർത്തണമേ. ദുഷ്ടരാജ്യത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ പിന്താരം സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാം. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനെ ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവേശകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖില
ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Now we formally invite His Excellency Monsignor Dr. Erwin Ego, also the Bishop of Bournemouth, Netherlands, for felicitation. Dear bishops, all the priests and all the dear faithful, it's a great joy to be here, to be invited by Bishop Arkal to be present at the consecration of his new auxiliary bishop. And it really strikes me how this church is so sacred, so holy. Of course, I cannot look into your hearts and I don't know all your behavior, but your liturgy at least is very heavenly. I think that's one of the things that we can learn from you, from your Eastern rite, from the Sira Malabar, and also from the Sira Maralancares rite, of course, that as a bishop here, you are the high priest of a very wonderful liturgy. And I'm very glad to be in connection with you, this diocese, especially also with you, Bishop, to be able to experience that. And of course, our same vocation is also this holiness, not only in liturgy, but also in our lives. Secondly, I would like to, next to this vertical dimension, also the horizontal dimension of our relationship, in the treasury of our huge tomb church of St. Servaas, the first bishop of our diocese in the 4th century, there is a relic, quite a big one, of the arm of St. Thomas. And that's quite peculiar. We don't know how it got there. It must have been through Charlemagne in the 8th century. And so we do feel connected through St. Thomas. St. Thomas, one of the apostles, as we are here together also as successors of the apostles, and now you're one of them too, are really connected to St. Thomas and to the other 11 apostles that were sent out by Jesus to bring the good news to all of the world. And it's wonderful to be here in India. I just arrived this morning, and just to be in another world, but at the same time in the same world. We are really brothers and sisters, and we're really part of one church, one community. And I hope that you, dear Bishop, will feel it like that too, that you feel connected also to our diocese, to our faithful, and maybe we can mean even more to one another in the future. Thirdly, at the end, I would like to also say that the third element of our church being sacred, being holy, being a community, and also we have a mission, we have the same mission. We know that in our society, especially in Holland, it's very clearly visible, but I'm afraid that also here in India, things will be threatened, that we have a great challenge for us to preserve this really wonderful community of Catholics. I was here the first time about 11 years ago. I thought they should put a fence around this as a reservation of Catholicism. We used to be the same in the 50s, and now it's only 5% of church attendance. So I don't know whether you have this fence. All of Europe is now built with a fence against the refugees. But as Catholics, we can take our refuge in your community here. But I think we have the same challenge to battle the battle against secularism and the battle against kind of secular humanism. And therefore, I'd like to offer you my prayers and whatever we can do to also support you in this spiritual battle, which is not only to the visible, but also the invisible powers of this world. So let us really pray, let us really sacrifice that our people may not
give in to the temptations that the world offers them, but may really be real Christians in the love of the Lord and His dear mother. I thank you very much for the invitation to be here, and I hope you will continue to be a wonderful own church within the huge community of the Catholic Church in the whole world. And whenever we can do as a diocese something for that, dear Bishop, you're most welcome. Thank you very much, and God bless you in your episcopal work and life. Let us now listen to the message of His Excellency Agius Sikovics, Bishop of Eisenstadt, which will be read by Reverend Father Karl Hirtenfelder from the Diocese of Eisenstadt, Austria. It is 35 years ago that the partnership between the Diocese of Caniarabaldi and the Diocese of Eisenstadt was founded, and therefore the day was 2nd of February 1981. And this is a great honor for me to bring the greetings and the best wishes to the new bishop and to the Diocese of Caniarabaldi. And our bishop says, Your Lordship and beloved brother Mametio Arakal, Your Excellencies, brothers and sisters in Christ, dear Machos Polikal, incoming Auxiliary Bishop of Caniarabaldi. My beloved brother Bishop Arakal often uses to say, each time something really important happens in Caniarabaldi, there's always somebody from the Diocese of Eisenstadt around. How true this quotation is. The day I arrived in Caniarabaldi, few days ago this year, was nothing less than the day of appointment of the new auxiliary bishop. I therefore fully agree with Bishop Mametio, considering that there are tight bonds between our two dioceses, Caniarabaldi and Eisenstadt, India and Austria, that go far beyond the usual. I even dare to say, whenever Caniarabaldi rejoices, Eisenstadt rejoices with her. And whenever Caniarabaldi grieves for something, Eisenstadt grieves with her. But today, dear brothers and sisters, it is a day of joy. A new pastor is given to your diocese. He is also a gift to Eisenstadt, since he will certainly enrich our common partnership and everlasting friendship. Dear Machos, Your Excellency, I have already had a joyful opportunity to congratulate you on your appointment when we met a few years ago. We were able to share wonderful moments of brotherly encounter and, as I felt it, true sympathy. Today my best blessings and wishes go with you on the most solemn occasion of your episcopal ordination. Unfortunately, I cannot be present this very special day, but I send a special delegation of Father Karl and beloved coordinator of our partnership and Mrs. Marian Sorger to assist at your ordination. Please accept on my behalf and on behalf of the whole Diocese of Eisenstadt our most affectionate felicitation. What can I give to take you on your future path? With King Solomon, I wish you a listening heart that will always to be able to distinguish between good and evil. Your episcopal service will require much wisdom, patience and charity. I wish you also that in a high degree. May especially charity and mercy guide you on your way, allowing you to always have an open heart for God and for mankind. It might always remind you that you received your ordination in the holy year of mercy. Finally,
I would like to express two special requests to take with you. Please add your talents and efforts to the precious partnership between Kandirapalli and Eisenstadt and inwardly help to shape and support it. We expect you in Eisenstadt together with Bishop Arakal as soon as possible. And at last, be always a good and loyal auxiliary to your Bishop Ma Matthew. He deserves it to the highest degree. May God bless you, Egidius Živković, Bishop of Eisenstadt. ഇന്ന് നമുക്ക് ദൈവം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സഹായമെത്രാൻ അഭിമന്യമാർ ജോസഫ് പുള്ളിക്കൽ പിതാവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. അതിനു മുമ്പ് പിതാവിന് ബൊക്കെ നൽകിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതാ സമൂഹം ആശംസകൾ നേരുന്നു. രൂപതയിലെ വൈദിക സമൂഹത്തിൻ്റെ പ്രതിനിധിയായി സെൻറ് ലൂസ് വലിയ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പഴയപറമ്പിലച്ചൻ ഇപ്പോൾ ബൊക്കെ നൽകി പിതാവിന് ആശംസകൾ നേരുന്നു. രൂപതയിലെ സമർപ്പിതരുടെ പ്രതിനിധിയായി സെൻറ് ജോൺ ഓഫ് ഗാഡ് സന്യാസിനി സമൂഹത്തിൻ്റെ ജനറൽ റവറൻ സിസ്റ്റർ വിമല ജോർജ്, രൂപതയിലെ ആത്മായ സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ശ്രീ എബ്രഹാം മാത്യു പന്തിരുവേലിൽ ബൊക്കെ സമർപ്പിക്കുന്നു. Your Grace Archbishop Mar Joseph Perendotam, Your Grace Archbishop Salvatore Pinacchio, Apostolic Nuncio to India, Your Graces, Your Excellencies, Honorable Dignitaries, Very Reverend Major Superiors, Reverend Fathers, Reverend Sisters, Well-wishers and my dear brothers and sisters in Jesus Christ. Bowing down before the Lord, I stand with immense love, gratitude and a sense of unworthiness, because in this year of divine mercy, He has chosen me to continue the apostolic mission of shepherding His flock. At this moment, I feel I am too small to comprehend the great mystery of God in choosing people to be so close to His salvific will for humankind. In total surrender and utmost humility, I accept the mission that the Lord has entrusted to me. Though unworthy to receive this commission, I am confident that the Lord will guide me and fill me with grace, with His grace, so that I may be able to fulfill the divine plan. I request your continued blessings and valuable prayers to be humble, wise and holy shepherd after the heart of Jesus Christ. Your Grace Archbishop Salvatore Pinacchio, we are greatly honored and privileged by your memorable presence during this ceremony today. As Apostolic Nuncio to India, you represent so well our Holy Father Pope Francis. Kindly convey our deep esteem and fidelity to our Holy Father. Thank you, Archbishop. I thank the archbishops, bishops and priests who have traveled from various countries covering long distances to honor the Diocese of Kanjirapalli with your presence and prayerful support. In a very special way, I thank Bishop Everard De Jong from the Diocese of Roermond, a staunch supporter and well-wisher of this diocese. I also want to thank Reverend Father Karl Hirschenfelder and Miss Marianne Soldier from the Diocese of Eisenstadt, Austria. Your presence is a great sign of friendship and collaboration between your diocese and ours for the last 35 years. I thank Almighty God for the valuable presence of all of you. ദൈവത്തിൻ്റെ അനന്ത കരുണയുടെ മുമ്പിൽ ഈ കാരുണ്യ വർഷത്തിൽ അവിടുന്ന് പാപിയും ബലഹീനനുമായ എന്നെ തെരഞ്ഞെടുത്തതിന്റെ അപ്പസ്തോലിക ദൗത്യം നിർവഹിച്ച ആ കൃപയുടെ മുമ്പിൽ നിറമിഴികളോടെ ഞാൻ ശിരസ്സു നമിക്കുന്നു. അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും
സഭയുടെ വലിയ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുചേരാൻ എത്തിയ അഭിമന്യ പിതാക്കന്മാര്, വൈദികര്, സന്യസ്തര്, അൽമായ സഹോദരങ്ങള്, വിശ്വാസ സമൂഹം മുഴുവനും നിങ്ങളുടെ മുമ്പിൽ വിനീതനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ ശിരസ് നമിക്കുന്നു. തമ്പുരാന്റെ വലിയ കൃപ അവിടുന്ന് വർഷിക്കുന്നത് പലപ്പോഴും ബലഹീനരെയും പാപികളെയും ഒക്കെ തെരഞ്ഞെടുത്തുകൊണ്ടാണെന്ന് വേദഗ്രന്ഥത്തിന്റെ താളുകളിൽ ഉടനീളമുണ്ട്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് ദൈവം ഇപ്പോഴും നടത്തിയിരിക്കുന്നു തന്റെ അനന്ത കാരുണ്യത്തിൽ. പക്ഷെ ദൈവം ആരെയൊക്കെ എപ്പോഴൊക്കെ തെരഞ്ഞെടുക്കുന്നുവോ അവർക്കെല്ലാം അതുല്യമായ തന്റെ കൃപ നൽകിക്കൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള ശക്തി നൽകും എന്നുള്ള പരിശുദ്ധമായ യാഥാർത്ഥ്യം വലിയ പ്രതീക്ഷയോടെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നെ ശക്തിപ്പെടുത്തുന്നതിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് എന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ വലിയ പ്രചോദനവും ശക്തിയുമായി എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, മനസ്സിൽ മുഴങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തുടർന്നുള്ള ശുശ്രൂഷയുടെ നാളുകളിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വലിയ കൂട്ടായ്മയോടെ ഒത്തുചേർന്ന് നിൽക്കുകയും ചെയ്യുമെന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും എനിക്കെപ്പോഴും ശക്തിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സഭ ഒരാളെ വിശുദ്ധ നിയോഗങ്ങൾ ഏൽപ്പിച്ച് അപ്പസ്തോലിക ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നിയോഗിക്കുന്നത് അതേ മനസ്സോടുകൂടി പൂർണ്ണ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുക എന്നുള്ളത് വിശ്വാസ സമൂഹത്തിന്റെ വലിയ മഹത്വമാണ് എടുത്തു കാണിക്കുന്നത്. ആ ഒരു മഹത്വത്തിന്റെ ശോഭയാണ് ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിറഞ്ഞു കവിയുന്ന ഈ ആൾക്കൂട്ടത്തിൽ വൈവിധ്യങ്ങളുടെ തികവിൽ ഈ അപ്പസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ എല്ലാം മുഖത്ത് ഞാൻ ദർശിക്കുന്നത്. അത് എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നന്ദിയുടെ വാക്കുകളിലേക്ക് ഞാൻ മടങ്ങുന്നു. അധികം സംസാരിക്കാൻ സമയമില്ലെന്ന് അറിയാമെങ്കിലും ആരെയും അവഗണിക്കാൻ പാടില്ലെന്നുള്ള അറിവുകൊണ്ട് ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. എങ്കിലും അധികം സമയം ശ്രദ്ധിക്കില്ല. പരിശുദ്ധ പിതാവ് ദൈവത്തിന്റെ നിയോഗം ഏറ്റുവാങ്ങുവാൻ എളിയവനായി എന്നെ അംഗീകരിക്കുകയും അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായെ വലിയ ആദരവോടും നന്ദിയോടും കൂടി ഞാൻ ഈ സമയത്ത് ഓർത്ത് ആ ധന്യ ജീവിതത്തിന് മുമ്പിൽ ശിരസ് നമിക്കുന്നു. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവ് അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം കൊണ്ട് നമ്മളെ ഇന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാ തരത്തിലും കൂടെ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന, സഭയെ വളരെ വ്യക്തമായ ദിശാബോധത്തോടെ നയിക്കുന്ന ആ വന്യപിതാവിനെ ഈ സമയത്ത് സ്നേഹത്തോടും ആദരവോടും കൂടി അനുസ്മരിക്കുന്നു. അഭിവന്യ ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് എല്ലാ ഈ ശുശ്രൂഷകളുടെ എല്ലാം മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിച്ചു. അഭിവന്യ പിതാവിനെ ഈ ശുശ്രൂഷാ വേളയിൽ മാത്രമല്ല അതിനു മുമ്പും വളരെ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴും വളരെ സ്നേഹവും കരുതലും കാണിച്ചുകൊണ്ട് വളരെ തീഷ്ണതയോടെ ദിശാബോധത്തോടെ വേണ്ട രീതിയിൽ ഓരോ വ്യക്തിയെയും കരുതിയും സ്നേഹിച്ചും സഭയെ അതിന്റെ ഗതിയിലൂടെ നയിക്കുന്ന മെത്രാപ്പോലീത്ത എന്നും എനിക്കൊരു വത്സല പിതാവായിരുന്നു. വന്യപിതാവിനെ ഞാൻ ഈ സമയത്ത് സ്നേഹത്തോടും ആദരവോടും കൂടി അനുസ്മരിക്കുന്നു. അഭിവന്യ മെത്രാപ്പോലീത്ത പൗത്തിൽ പിതാവ് ജോസഫ് പൗത്തിൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തുടക്കത്തിന് അടിസ്ഥാനം കുറിച്ചുകൊണ്ട് എല്ലാം വേണ്ട വിധം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഇരുപതയ്ക്ക് വേണ്ട ദിശാബോധം നൽകി അതിനെ വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ ശരിയായ ചൈതന്യത്തിൽ മുൻപോട്ട് നയിച്ച വലിയ ഒരു കർമ്മയോഗിയാണെന്ന് നമുക്കറിയാം. ആ മഹാസാരഥി കേരള സഭയിലും ഭാരതത്തിലും ആഗോള സഭയിലും നിറഞ്ഞു നിൽക്കുന്ന ശോഭയേറുന്ന പ്രകാശധാരയാണ്. അഭിമന്യ പിതാവിന്റെ വാത്സല്യവും സ്നേഹവും സെമിനാരി കാലത്ത് തന്നെ അനുഭവിച്ചറിഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. സെമിനാരിയിൽ എന്നെ സ്വീകരിക്കുന്നത് അഭിമന്യ പിതാവിന്റെ കാലത്ത് പിതാവ് തന്നെയാണ്. വന്യപിതാവിനെ ഇപ്പോൾ പിതാവ് സന്നിഹിതനല്ലെങ്കിലും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ അനുസ്മരിക്കുന്നു. അഭിമന്യ മാർ മാത്യു വട്ടപ്പള്ളി പിതാവ് എന്റെ പഠന നാളുകളിൽ പൗരോഹിത്യത്തിന്റെ പരിശീലന നാളുകളിലൊക്കെ പിതാവ് ആയിരുന്ന ആ വന്യപിതാവ് എപ്പോഴും പിതൃസഹജമായ സ്നേഹത്തോടെ കരുതുകയും തിരുത്തുകയും വഴി നടത്തുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയെ അതിന്റെ രണ്ടാം ഘട്ടത്തിൽ വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ വളരെ കൃത്യമായ രീതിയിൽ വ്യക്തമായ ധാരണകളോടുകൂടി മുൻപോട്ട് നയിച്ച ആ വലിയ പിതാവിനെ ഞാനിപ്പോൾ ആദരവോടും സ്നേഹത്തോടും കൂടി ഓർക്കുന്നു. അഭിമന്യ മാർ മാത്യു അറക്കൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സാരഥി, ഇപ്പോഴത്തെ സാരഥി. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വളർച്ചയുടെ വൈവിധ്യങ്ങളായ വഴികളിലൂടെ ആത്മീയവും ഭൗതികവുമായ മേഖലകളുടെ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് വഴി നടത്തുന്ന അഭിമന്യ പിതാവിന്റെ സാരഥ്യം നമുക്കെല്ലാം അറിവുള്ളതാണ്.
പിതൃസഹജമായ സ്നേഹവും വാത്സല്യവും എല്ലാം നൽകി നമ്മെ എല്ലാവരെയും എന്നെയും പിതാവ് വലിയ കരുതലോടുകൂടി കാണുന്നുണ്ട്. പിതാവ് ഒത്തിരി ആഹ്ലാദിക്കുന്ന ദിവസം കൂടിയാണെന്ന്. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് പിതാവിനെ സഹായിക്കുവാൻ, രൂപതയെ അതിന്റെ അജപാലന വഴിയിൽ കൂടുതൽ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സഹായമെത്രാനെ ലഭിച്ചു എന്നുള്ള വലിയ ആനന്ദം എല്ലാവരെയും കാളും കൊണ്ട് ഒരുപക്ഷെങ്കിൽ അഭിമന്യ പിതാവിനായിരിക്കും എന്ന കാര്യം ഞാൻ അനുസ്മരിക്കുന്നു. അഭിമന്യ പിതാവെ, അങ്ങയോട് ചേർന്നുകൊണ്ട് ഈ രൂപതയിൽ എളിയ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ, ഇടയനെടുത്ത് ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഞാൻ ഒരുക്കമാണെന്ന് അറിയിച്ചുകൊണ്ട് അഭിമന്യ പിതാവെ, അങ്ങേക്ക് എല്ലാവിധ നന്ദിയും ആദരവും ഈ സമയത്ത് അർപ്പിക്കുന്നു. അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ദൈവശാസ്ത്രജ്ഞൻ എന്ന നിലയിലും സഭയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും വീക്ഷണവും ഉള്ള വ്യക്തി എന്ന നിലയിലും പ്രഗത്ഭനായ ഒരു ധ്യാനഗുരു, വാഗ്മി, സഭയുടെ ഗതി നിയന്ത്രിക്കുന്ന നാവ് എന്ന നിലയിലുമൊക്കെ പ്രശസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. അഭിമന്യ പിതാവിന് ഇന്നത്തെ സന്ദേശം തന്നെ അതിന് വ്യക്തമായ ഉദാഹരണമാണ്. വളരെ വ്യക്തമായ ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിട്ടുകൊണ്ട് ദൈവശാസ്ത്ര അടിസ്ഥാനത്തോടുകൂടി മനോഹരമായൊരു സന്ദേശം നൽകി ഈ കൂട്ടായ്മ മുഴുവൻ അനുഗ്രഹിച്ച അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ അസാന്നിധ്യത്തിലും ആദരവോടും സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞാൻ ഓർമ്മിക്കുന്നു. അഭിമന്യ പിതാക്കന്മാര് ഇപ്പോൾ ഈ ദേവാലയത്തിൽ അധികം പേരൊന്നും ഇല്ല എങ്കിൽ പോലും വിവിധ സഭാ കൂട്ടായ്മയിൽ നിത്യ സിറോ മലബാർ, സിറോ മലങ്കര, ലത്തീൻ സഭകളിൽ നിന്ന് വന്ന അഭിമന്യ പിതാക്കന്മാര്, അവരുടെ അനുഗ്രഹ സാന്നിധ്യം അതുല്യമായിരുന്നു. കൃപാവരങ്ങൾ നിറഞ്ഞ ആ സാന്നിധ്യം കൊണ്ട് അവർ നമ്മളെ ധന്യരാക്കി. ഇത്രയും പിതാക്കന്മാർ ഒരുമിച്ച് വരാനിടയായി എന്നുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു. പിതാക്കന്മാരെ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇതര സഭാ വിഭാഗങ്ങളിൽ നിന്ന് വന്ന, സഹോദര സഭകളിൽ നിന്ന് വന്ന പിതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. അവരെയും ഞാൻ സ്നേഹാദരവുകളോടും നന്ദിയോടും കൂടി ഈ സമയത്ത് അനുസ്മരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരായ പല വ്യക്തികളും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. പേരെടുത്ത് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല, ആഗ്രഹമുണ്ടെങ്കിലും ക്ഷമിക്കണം. എല്ലാവരെയും ഞാൻ എന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ഒത്തിരിയേറെ രുചി പകരുന്നതായിരുന്നു ഈ കൂട്ടായ്മയ്ക്ക്, ഈ ആരാധനയ്ക്ക്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു ധന്യമായ ആരാധനയും ശുശ്രൂഷയും ദൈവത്തിന്റെ കൃപകളാൽ നിറയ്ക്കാൻ നിങ്ങൾ തയ്യാറായി. വിലപ്പെട്ട സമയം ഇതുപോലെ ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു അടയാളമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് വളരെ ആദരണീയരായ നിങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ പേര് പറഞ്ഞുകൊണ്ട് സ്നേഹാദരവുകളോടെ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. നന്ദി. ആത്മീയ മേഖലകളിലും സാമുദായിക മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും പെട്ട ഇതര മതസ്ഥരായ വ്യക്തികളും നായകന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. സാമുദായിക മൈത്രിയുടെ, ഭാരതത്തിന്റെ വൈവിധ്യങ്ങളുടെ നടുവിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധന്യരായ മഹത് വ്യക്തികൾ ഇവിടെ വരികയും ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥനയിൽ പങ്കുചേരുകയും മഹനീയമായ ഈ കർമ്മത്തിൽ ഹൃദയം കൊണ്ട് ചേരുകയും ചെയ്ത ആ ധന്യ വ്യക്തിത്വങ്ങളെയൊക്കെ ഓരോരുത്തരെയും ഞാൻ അനുസ്മരിച്ചുകൊണ്ട് എന്റെ നന്ദി പ്രകാശനം ഞാൻ തുടരുന്നു. ബഹുമാനപ്പെട്ട വികാർ ജനറൽമാർ, ബഹുമാനപ്പെട്ട മാത്യു പായിക്കാടച്ചൻ എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് രൂപതയിൽ അഭിമന്യ പിതാവിനോട് ചേർന്നുകൊണ്ട് സാരഥിയായി നിൽക്കുകയും ഇന്നത്തെ കർമ്മങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് നയിക്കുകയും ചെയ്യുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മാത്യു പായിക്കാടച്ചനെയും, അതുപോലെ തന്നെ വികാർ ജനറലായ ജസ്റ്റിൻ പഴയപറമ്പിലച്ചനെയും ഞാൻ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഈ സമയത്ത് അനുസ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വാണിയപ്പുരിക്കലച്ചൻ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കുര്യായിലെ വൈസ് ചാൻസലർ, അച്ഛന്റെ വലിയ സാന്നിധ്യവും അച്ഛന്റെ അതുല്യമായ ഇടപെടലുകളും എല്ലാം അനുഗ്രഹപ്രദമായിരുന്നു ഇന്നത്തെ കൂട്ടായ്മയ്ക്കും ഇന്നത്തെ ഈ വലിയ ശുശ്രൂഷയ്ക്കും. ബഹുമാനപ്പെട്ട സണ്ണി അച്ഛനെ, സെബാസ്റ്റ്യൻ അച്ഛനെ ഞാൻ സ്നേഹത്തോടും ആദരവോടും കൂടി ഓർക്കുന്നു. ഒപ്പം കുര്യ മെമ്പേഴ്സിനെ, ഏറ്റവും ബഹുമാനപ്പെട്ട കുര്യൻ താമരശ്ശേരി അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ കുര്യ മെമ്പേഴ്സിനെയും, പ്രസ്ബിറ്ററി കൗൺസിൽ അംഗങ്ങളെയും, കൺസൾട്ടൻസ് ഫൈനാൻസ് ബോഡിയിലെ ആദരണീയരായ അംഗങ്ങളൊക്കെ പലരും ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു. മേജർ സുപ്പീരിയേഴ്സ് ആയ പല ആളുകളും ഇവിടെ എന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവരുടെയൊക്കെ പേരെടുത്ത് പറയാനായിട്ട് സാധിക്കുകയില്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഓർമ്മിക്കുന്നു. വിവിധ സന്യാസ സമൂഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മേജർ സുപ്പീരിയേഴ്സ്, അവരെ ഓരോരുത്തരെയും ഈ സമയത്ത് സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മേജർ സെമിനാരിയുടെ റെക്ടേഴ്സ് ഇവിടെ സന്നിഹിതരായിരുന്നു, സന്നിഹിതരാണ്. പ്രൊഫസേഴ്സ് പലരും ഇവിടെയുണ്ട്. എന്നെ പഠിപ്പിച്ച ഏറ്റവും ആദരണീയനായ കുടപ്പുഴച്ചൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട മക്കോളച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറ്റും, ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ഞാൻ സ്നേഹത്തോടും ആദരവോടും കൂടി ഈ സമയത്ത് അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
മൈനസ്മാരുടെ റെക്ടർ കൂടിയായ ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് പോഥാനി കുന്നേലച്ചൻ ഇന്നത്തെ കർമ്മങ്ങൾക്കെല്ലാം കൃത്യമായ ഗൈഡൻസ് നൽകിക്കൊണ്ട് നമ്മളെ നയിച്ചു, കമന്ററി നൽകി എന്ന് മാത്രമല്ല അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ പ്രാർത്ഥനയും കൂട്ടായ്മയും വലിയ ശക്തിയും ബലവുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് മുഴുവൻ പേര് ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങളാണ് അഭിമന്യ പിതാക്കന്മാരുടെ എളിയവനായ എന്റെയും എല്ലാം ബലമെന്നും അറിയാം. അച്ഛന്മാരുടെ വലിയ സ്നേഹവും സഹകരണവും വളരെ മനോഹരമായിട്ട് എല്ലാത്തിലും പ്രകാശിതമായിരുന്നു. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും അഭിമാനത്തോടുകൂടിയാണ് അച്ഛന്മാരെ ഞങ്ങൾ എല്ലാവരും ഓർക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛന്മാരെ, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ അച്ഛന്മാരെ പ്രത്യേകിച്ച് ഞാൻ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹവും നന്ദിയും പ്രാർത്ഥനയും എല്ലാം ഈ സമയത്ത് അർപ്പിക്കുന്നു. മറ്റു രൂപതകളിൽ എത്തിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പലരുമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിരുന്ന അച്ഛന്മാരുണ്ട്, സഹപാഠികളായ അച്ഛന്മാർ എത്തിയിട്ടുണ്ട്. സെമിനാരിയിൽ മുൻപിലും പിൻപിലുമുള്ള ബാച്ചുകളിൽ പഠിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ജെയിംസ് തലച്ചിലൂരിച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള സെമിനാരി പ്രൊഫസേഴ്സ് എല്ലാവരെയും ഞാൻ ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ് അനുസ്മരിക്കുകയും ആദരവും നന്ദിയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഫ്രം ഡിഫറെന്റ് കോൺഗ്രിഗേഷൻസ്, പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടി അവരിവിടെയുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കുകയും ത്യാഗം സഹിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തികൾ, രൂപതയ്ക്ക് വേണ്ടി അഹോരാത്രം സന്യാസമൂഹത്തിന് വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്നവർ, ജനത്തിനു വേണ്ടി സമർപ്പിക്കുന്നവർ, നിങ്ങളെല്ലാവരെയും വലിയ സ്നേഹത്തോടും ആദരവോടും കൂടി കാണുന്നു, പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ തുടർന്ന് ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. സ്നേഹദീപത്തിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും കുഞ്ഞുങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. ഹോളി സ്പിരിറ്റ് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആൽഫി, അതുപോലെ അവിടെ ഹോളി സ്പിരിറ്റ് സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, എന്റെ ജീവിതത്തിന്റെ യാത്രയുടെ വഴിത്താരയിൽ വലിയ പ്രകാശമായി മാറിയ, തുണയായി മാറിയ ആ സന്യാസ സമൂഹത്തെയും സ്നേഹദീപത്തെയും ഒക്കെ പ്രത്യേകം ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഞാൻ പ്രത്യേകം അനുസ്മരിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു സാഹോദര്യത്തിന്റെ അച്ഛന്മാർ ഇവിടെ പലരും ഇരിപ്പുണ്ട്. ജീസസ് ഫ്രറ്റേണിറ്റി, പ്രസന്റ് മിനിസ്ട്രി ഇന്ത്യ, അങ്ങനെ അതിന്റെ ഡയറക്ടേഴ്സിന് ഉൾപ്പെടെ ആദ്യകാല പ്രവർത്തകർ, മക്കോളച്ചനൊക്കെ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. വിവിധ ആശ്രമങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. ബഹുമാനപ്പെട്ട കുറ്റിക്കലിച്ചൻ അവിടെ ഇരിപ്പുണ്ട്. ജോർജ് കുറ്റിക്കലിച്ചൻ, ആദരണീയനായ ഒരു ഗുരുഭൂതൻ. എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി, അലക്സാണ്ടർ അച്ഛൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു, നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. വളരെ സ്നേഹത്തോടെ എല്ലാവരെയും അനുസ്മരിക്കുന്നു. എന്റെ സുഹൃത്തും ഇടവകാംഗമായ മോൺഫോർട്ട് കോൺഗ്രിഗേഷനിലെ ആദരണീയനായ ജോസച്ചൻ വെച്ച് പോത്തപ്പള്ളച്ചൻ അവിടെ ഇരിപ്പുണ്ട്. അമേരിക്കയിൽ നിന്ന് അച്ഛനെത്തിയതാണ്. ഞാൻ നന്ദിയോടും ആദരവോടും കൂടി ഈ സമയത്ത് ഓർക്കുന്നു. സെമിനാരിയൻസ്, ബഹുമാനപ്പെട്ട ശമ്മാശന്മാര് പല സ്ഥലത്തു നിന്നും സെമിനാരികളിൽ നിന്നും എത്തി എല്ലാ ശുശ്രൂഷകളും നന്നായി പങ്കുചേർന്നു. അവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ അനുസ്മരിക്കുന്നു. എന്റെ കുടുംബാംഗങ്ങളായ വ്യക്തികൾ ധാരാളം പേരെത്തിയിട്ടുണ്ട്. വിദേശത്തു നിന്നും സ്വദേശത്തും എത്തിയവർ ധാരാളം പേരുണ്ട്. അവരുടെ ബലവും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും ഏത് കാലത്തും എനിക്ക് വലിയ ശക്തിയായിരുന്നു, പ്രചോദനമായിരുന്നു. എന്റെ ദൈവവിളികളുടെ വഴികളിലൂടെ എന്നെ കൈപിടിച്ച് നടത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചവരാണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും. അവരെയൊക്കെ ഞാൻ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി പേരെടുത്ത് പറയാതെ എന്നാൽ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ പുളിക്കൽ കുടുംബാംഗങ്ങളും അതിനോട് ചേർന്ന് വരുന്ന കാലഞ്ചേരി കുടുംബം ഉൾപ്പെടെയുള്ള ശാഖകളും അമ്മച്ചിയുടെ കുടുംബാംഗങ്ങളായ കൊള്ളിക്കുളം കുടുംബാംഗങ്ങളെയും പ്രത്യേകം ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. അവിടെയുള്ള അമ്മച്ചിയുണ്ട്, പലരുമുണ്ട്, ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ അനുസ്മരിക്കുന്നു. വളരെ ദൂരത്തിൽ നിന്ന് യാത്ര ചെയ്ത് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അവരിവിടെ എത്തി. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ എന്ന കാര്യവും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, നന്ദി പറയുന്നു. രൂപതയുടെ വിവിധ ഭാഗത്തു നിന്നെത്തിയ, വിവിധ ഇടവകളിൽ നിന്നെത്തിയ നമ്മുടെ വിശ്വാസികളുടെ സമൂഹം, എന്തോ ഒരു വലിയ സമർപ്പണമാണ് അവർ നടത്തിയിരിക്കുന്നത്. അങ്ങ് രാമക്കൽമേട് മുതൽ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നവർ കോഴഞ്ചേരി വരെയുള്ള നീണ്ടു നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വിവിധ മേഖലകളിൽ നിന്നും, മലയോരങ്ങളും സമരപ്രദേശങ്ങളും, അങ്ങനെ എല്ലാ സ്ഥലത്തും എത്തിയ വിശ്വാസികളുടെ വലിയൊരു സമൂഹം, 6,000-7,000 വരുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നിങ്ങളോടുള്ള നന്ദിയും ആദരവും കടപ്പാടും വാക്കുകളിൽ ഒതുക്കാനായിട്ട് പറ്റുന്നില്ല. എളിയവനായി എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുകയാണ്. മീഡിയ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്ത മീഡിയ സഹോദരങ്ങളെയും ഞാൻ ഈ സമയത്ത് നന്ദിയോടുകൂടി ആദരവോടുകൂടി ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇത്രയും നന്നായിട്ട് പൂർത്തിയാകുന്നതിന്റെ പിറകിൽ ഒരുപാട് കരങ്ങളുടെ ബലമുണ്ട്, ഒത്തിരി പേരുടെ ത്യാഗമുണ്ട്, സമർപ്പണമുണ്ട്, ഒരുപാട് പേരുടെ കരുതലുണ്ട്. അതിന്റെ പിറകിൽ അധ്വാനിച്ചവരെ പേരെടുത്ത് പറയാൻ എനിക്ക് അസാധ്യമാണെങ്കിൽ പോലും അതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും ബഹുമാനപ്പെട്ട വായിക്കാട്ടച്ചൻ, ബഹുമാനപ്പെട്ട താമരശ്ശേരിച്ചൻ, ബഹുമാനപ്പെട്ട പാലക്കുടിച്ചൻ, കെമ്പളാക്കലച്ചൻ, ആരാധനക്രമ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ചവറപ്പുഴ ജെയിംസ് അച്ഛൻ, മാർട്ടിൻ വള്ളിയാങ്കുളത്തിലച്ഛൻ തുടങ്ങിയ എല്ലാ കമ്മിറ്റി അംഗങ്ങൾ, അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നു. അതിനകത്ത് പേര് പറയാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, എങ്കിലും ഞാൻ കുറച്ച് പേരുടെ പേരങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിരുന്നു, ഒരു മടിയും കൂടാതെ അത്ര താല്പര്യത്തോടുകൂടി എല്ലാവരും ചെയ്തു.
രൂപത ഒരു കുടുംബം എന്നുള്ള വലിയ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവം തന്ന നിയോഗത്തെ ഏറ്റുവാങ്ങാനായിട്ട് ഒരേ ഹൃദയത്തോടുകൂടി ചേർന്ന് നിന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുവേണ്ടി ശ്രമിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഒത്തിരി ത്യാഗം സഹിച്ചവര്, അൽമായ സുഹൃത്തുക്കള്, കമ്മിറ്റികളിൽ ധാരാളം പേര്, ഒരു 500-600ഓളം പേര് വരുന്ന വലിയ ബൃഹത്തായ ഒരു കമ്മിറ്റിയാണ് വർക്ക് ചെയ്തത്. അതിന്റെ എല്ലാം അനന്തരഫലമാണ് ഈ ശുശ്രൂഷകളെല്ലാം ദൈവം ഇത്രയും അനുഗ്രഹിച്ചത് എന്ന് ഞാൻ അറിയുന്നു. അവരെല്ലാം വ്യക്തിപരമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവർക്കെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ജോർജ് കുട്ടി അഗസ്റ്റിനെ പ്രത്യേകിച്ച് ഈ സമയത്ത് അനുസ്മരിക്കുന്നു. കമന്ററിയൊക്കെ നൽകിയ വ്യക്തി. കത്തീഡ്രൽ ചർച്ചിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് ആലിങ്കലച്ചൻ, പ്രിയപ്പെട്ട കൊച്ചച്ചന്മാര്, അതുപോലെ കത്തീഡ്രൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇവിടുത്തെ കൈക്കാരന്മാര്, പാരിഷ് കൗൺസിൽ അംഗങ്ങള്, കുടുംബ കൂട്ടായ്മ ലീഡേഴ്സ്, സംഘടനാ ഭാരവാഹികള്, അതുപോലെ ഈ ഇടവകയുടെ മുഴുവൻ ജനങ്ങളും തന്നെ ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ശുശ്രൂഷ ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ബഹുമാനപ്പെട്ട വികാരിച്ച ജോർജ് ആലിങ്കലച്ച, കൊച്ചച്ചന്മാരെ, മറ്റു കൈക്കാരന്മാരെ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അഭിമന്യ അറക്കൽ പിതാവിന്റെ കൂടെ പേരിൽ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ ഈ തിരുക്കർമ്മങ്ങൾക്കെല്ലാം സഹായിച്ച അൾത്താര ശുശ്രൂഷികൾ, അങ്ങനെയുള്ളവരെല്ലാം ഞാൻ ഓർക്കുന്നു. കൊയർ ഒരിക്കലും മറക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് അവർ നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലെ മറ്റ് ആത്മായ സഹോദരങ്ങളും ചേർന്ന് വളരെ ഭംഗിയായിട്ട് കൊയർ ആലപിച്ചു പാട്ടുകൾ. അതെല്ലാം ഭക്തി നിർഭരമായിരുന്നു. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കും ആത്മീയതയിലേക്കും വളർന്ന് മനോഹരമായ രീതിയിൽ ഗീതങ്ങൾ ആലപിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ അനുസ്മരിക്കുകയാണ് നന്ദിപൂർവ്വം. അഭിമന്യ തൂങ്ങിഴി പിതാവിത എന്നെ ശ്രമിച്ചുകൊണ്ട് ഇത്രയും സമയം മുമ്പിലിരിക്കുന്നു. പിതാവെ, അങ്ങയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാരെയും മറ്റെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദിയോടും ആദരവോടും കൂടി അനുസ്മരിച്ചുകൊണ്ട്, ആരെയും വിട്ടുപോയിട്ടില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമയത്ത് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ തുടർന്നും ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എളിയവനായ എന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ എന്നും സ്മരിക്കണമേ. ആമേൻ. നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ.